Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് മോട്ടോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട്ഫോൺ G സീരീസിലെ Moto G7 Plus ആണ്. അപ്പോൾ Moto സീരീസിലെ G സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട്ഫോൺ ആണ് G7 Plus. അപ്പോൾ G7 സീരീസ് തന്നെ ഒരുപാട് ഈ സ്മാർട്ട്ഫോൺ ഉണ്ട്. G7 Play, G7 Power, അങ്ങനെ G7 ഉണ്ട്, പിന്നെ G7 Plus ഉണ്ട്. അപ്പോൾ G7 Plus ആണ് ഏറ്റവും പ്രീമിയം ആയ സ്മാർട്ട്ഫോൺ. അപ്പോൾ അതാണ് നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ MWC 2019 ആണ് ഈ ഡിവൈസ് കണ്ടത്. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ വരും എന്നാണ് നമുക്കൊരു കിട്ടിയ ഡീറ്റെയിൽസ്, ബട്ട് എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ G7 Plus എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ഡിവൈസാണ് G7 സീരീസിലെ. ഇത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് പാനലാണ്, മെറ്റൽ കൺസ്ട്രക്ഷനാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാവുന്നത്, ഇതിനകത്ത് 6.2 inches ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിനകത്തൊരു ചെറിയ നോച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോച്ച് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഗുറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡാണ്. ഒരു IPS LCD പാനലാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പാനൽ ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീലാണ് തരുന്നത്. പിന്നെ ഡിസൈൻ വൈസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിന് മുമ്പ് വന്ന സീരീസിലും പോലെ തന്നെ റൗണ്ടഡ് ക്യാമറ യൂണിറ്റ് ആണ്, ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. മോട്ടോ ലോഗോ കാണാം. മോട്ടോ ലോഗോൻ്റെ ഉള്ളിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്രീമിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ റെഡ് യൂണിറ്റാണ് കിട്ടിയത് ഹാൻഡ്സ് ഓൺ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഒരു ഷൈനിങ് യൂണിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് തരുന്നത്. പക്ഷേ ഗ്ലാസ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവറോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തരുന്ന ഒരു ഡിവൈസാണ് Moto G7 Plus. പിന്നെ ഈ Moto G7 Plusൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 636 ഒക്ടാ-കോർ ചിപ്സെറ്റാണ്. 4GB of RAM, 64GB of സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് ആൻഡ്രോയിഡ് 9.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോം അല്ല, പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. എല്ലാ മോട്ടോ ഡിവൈസസിലും പോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. പിന്നെ മോട്ടോൻ്റെ എല്ലാ സ്മാർട്ട് ഫോൺസിലും വരുന്ന പോലെ മോട്ടോ ആപ്പ് ഇൻക്ലൂഡറാണ്. അതിനകത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡറാണ്. പിന്നെ കസ്റ്റമൈസേഷൻസ് ഒന്നും തന്നെ ഇല്ല. പ്ലെയിൻ ആൻഡ് സ്റ്റോക്ക് UI പോലെ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് Moto G7 Plusൻ്റെ. ഇനി നമുക്ക് ക്യാമറ നോക്കാം. Moto G7 Plusൽ വരുന്നത് 16 MP f1.7 അപ്പർച്ചർ ക്യാമറയാണ്. 5 MP സെക്കൻഡറി ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡുവൽ LED ഫ്ലാഷും ഇൻക്ലൂഡറാണ്. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ 12 MP ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ഇൻ്റർഫേസ് നല്ലതാണ്. പക്ഷേ നമുക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ക്യാമറ ഹാർഡ്വെയർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോട്ടോ ഡിവൈസ് സാധാരണ നിലയ്ക്ക് അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും തരാറുള്ളതാണ്. പിന്നെ Moto G7 Plusൽ വരുന്നത് 3000 mAh ബാറ്ററിയാണ്. ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ എല്ലാവരും ബാറ്ററി അധികം കൊടുക്കാറുണ്ട്. പക്ഷേ Moto G7 Plusൽ ബാറ്ററി 3000 mAh ഉള്ളൂ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. എല്ലാ മോട്ടോ ഡിവൈസസിലും പോലെ തന്നെ ടർബോ ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Moto G7 Plusൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഫോൺ മിക്കവാറും ഇന്ത്യയിൽ വരാനാണ് ചാൻസ്. പക്ഷേ നമുക്ക് കൺഫേംഡ് ആയ റിപ്പോർട്ട്സ് ഒന്നും തന്നില്ല. കാരണം G സീരീസ് സാധാരണ ഇന്ത്യയിൽ വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.